അടുത്തത് നമ്മൾ പോകുന്നത് ആനന്ദ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്കാണ്. ഈ ആനന്ദ് പട്ടണത്തെക്കുറിച്ച് നിങ്ങൾ ചിലത് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആനന്ദിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാത്ത ദിവസം ഉണ്ടാവില്ല. അതാണ് ആനന്ദിൻ്റെ പ്രത്യേകത. പാലിൻ്റെ പര്യായമായ അമുൽ ഉണ്ടാകുന്നത് ഈ ആനന്ദ് പട്ടണത്തിലാണ്. അമുലിൻ്റെ കേന്ദ്രസ്ഥാനം. അമുൽ എന്ന് പറയുന്നത് 1948, 49, 50 കാലഘട്ടത്തിൽ ഒരു മലയാളി ഗുജറാത്തിലെത്തി ഡയറി സയൻസ് പഠിച്ചിട്ട് കേന്ദ്ര സർവീസിൽ ജോലിക്കായിട്ട് അവിടെ എത്തിയിട്ട് അവിടുത്തെ പരിതാപകരമായ കർഷകരുടെ, പ്രത്യേകിച്ച് ഈ പാലുൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ, പശുക്കളെ മേച്ചും എരുമകളെ പോറ്റിയും ജീവിക്കുന്ന ദരിദ്രനാരായണന്മാരുടെ ദയനീയ അവസ്ഥ കണ്ട്, അവിടുത്തെ ചില ഇടനിലക്കാർ ആ പാല് വാങ്ങി ഇവരെ ചൂഷണം ചെയ്യുന്നത് കണ്ട് അവരെ സംഘടിപ്പിച്ച് അവർക്കൊരു സഹകരണ സംഘം ഉണ്ടാക്കി അവരൊരു കമ്പനിയാക്കി അമുൽ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാക്കി ലോകത്തിൻ്റെ വിപണി കീഴടക്കി ധവള വിപ്ലവം എന്ന് പറയുന്ന പാലിൻ്റെ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ് അമുൽ കുര്യൻ എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായ വർഗീസ് കുര്യൻ. ഞാനീ പോകുന്ന ദിവസങ്ങളിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്.